സ്ഥിരീകരണക്കാട് എന്റെ കൈരളി ടെലിവിഷനിൽ ആദ്യമായിട്ട് ജോലിക്ക് വരുന്നത് ഞാൻ അവിടെ ഉള്ളപ്പോഴാണ്. കഴിഞ്ഞ പാടെ കൈരളിയിലേക്കാണ് പോകുന്നത്. അതെ 2000 ഇവിടെ കാലിക്കറ്റിലെ ജേർണലിസം കോഴ്സ് കഴിഞ്ഞിട്ട് നേരെ വന്നു. സിദ്ധാർത്ഥന്റെ മകൾ എന്ന നിലയിൽ അവരാദ്യം ജോലിക്ക് അപേക്ഷിച്ചതും കിട്ടിയതും കൈരളിയിലാണ്. പിന്നീടാണ് അവർ പല ചാനലുകളിലേക്കും പോയത്. ദേശവാലി പോയിട്ടേ ഇല്ല. ദേശവാലി അവർ ജോലി ചെയ്തെന്ന് എങ്ങനെ നുണകൾ ഇങ്ങനെ നിരന്തരം പറയും, ആരും ചെക്ക് ചെയ്യാനില്ല എന്നുള്ളതൊക്കെ. അല്ല, ഇതിലെ പ്രശ്നം, ഇതിലുള്ള പ്രോബ്ലം ഞാനിപ്പോൾ കാണുന്നത് ദേശാഭിമാനിയൊക്കെ പോലെയുള്ള സ്ഥാപനങ്ങൾ പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നം. ഇത് 64 പിളർപ്പിന്റെ കാലത്ത് വലിയ സംഘർഷം ഉണ്ടായിരുന്നു അവിടെ. പാർട്ടിയുടെ മുകളിലിരിക്കുന്ന ആള് CPI അനുഭാവികൾ, താഴെ ഇരിക്കുന്ന പ്രസ്സിലിരിക്കുന്ന CPM-കാർ, അവർ പ്രസ് കൊടുക്കുന്ന സാധനം അവർ മാറ്റിയിട്ട് സ്വന്തമായിട്ട് കൊടുക്കുക. ഇങ്ങനെ CPM ആഭ്യന്തര പ്രശ്നങ്ങളില്ലെന്നും ദേശാഭിമാനിയും അത് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളൊക്കെ ഒരു വലിയ തർക്ക വിഷയവും പ്രശ്നങ്ങളായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും അതിനകത്ത് ജോലി ചെയ്ത ഒരാളെ പോലും വ്യക്തിപരമായിട്ട് അറ്റാക്ക് ചെയ്യുന്നൊരു പ്രക്രിയ മുൻകാലത്തുള്ളതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. സത്യത്തിൽ ദേശാഭിമാനിയിലെ ജീവനക്കാരെ, ദേശാഭിമാനി പ്രവർത്തിച്ച പത്രാധിപന്മാരെ, പത്രപ്രവർത്തകരെ പാർട്ടി എന്നും ഒരു ബഹുമാനത്തോടു കൂടിയാണ് കണ്ടിരുന്നത്. പക്ഷേ ഇന്നത് മാറിയിട്ട് അവരെ അതീവ അവരിൽ വ്യത്യസ്തമായിട്ട് നിലപാടെടുക്കുന്ന ആളുകൾ തികഞ്ഞ ശത്രുക്കളായിട്ട് ഇത് CPM എന്ന് പറയുന്ന പാർട്ടി EMSന്റെ കാലത്തൊക്കെ എടുക്കുന്ന സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ ഫാസിസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹിക വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ സ്വാംശീകരിക്കുന്നതിന് ലക്ഷണമായിട്ട് കാണാൻ കഴിയും. ഇത് സോഷ്യൽ ഫാസിസം എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന രീതി ഇതാണ്. കാരണം നാസികളെക്കാൾ മോശമാണ് അവരുടെ ഒരു കൾച്ചർ എന്ന് പറയുന്നത്. ഹിറ്റ്ലറുടെ അനുയായികൾക്ക് ഉണ്ടായിരുന്നതിനേക്കാൾ മോശപ്പെട്ട കൾച്ചറാണെന്ന് പിണറായി വിജയൻ്റെ അനുയായികൾക്കുള്ളത്. അവർക്കിത് സിദ്ധാർത്ഥം പരുത്തിക്കാട് ആരാന്നറിയില്ല, ദേശാഭിമാനി എന്താണെന്നറിയില്ല, അവരിതൊന്നും വായിക്കാറില്ല, ഒരാളുടെ ചരിത്രത്തെ സ്ഥാനം എന്താണെന്ന് അവർക്കറിയില്ല. 10-25 വയസ്സുള്ള ഈ കടന്നൽ കൂട്ടം അവർ AK സെൻറ്ററിൽ നിന്ന് കൊടുക്കുന്ന ക്യാപ്സൂൾ അനുസരിച്ചിട്ട് അവരുടെ ആശയങ്ങൾ താഴേക്ക് വിടുകയാണ്. പകയോടുകൂടി ഈ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയയിൽ അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.